കാസർഗോഡ് ജില്ലയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം സ്ത്രീ സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യം നൽകി വരുന്നു. പഞ്ചായത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ഉണ്ട്. നമസ്കാരം ബിജു തോമസ്. ഈ ഭരണ കാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? എറണാകുളം ജില്ലയുടെ തെക്കേ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് ആമ്പല്ലൂർ പഞ്ചായത്ത്. 2011 സെൻസസ് പ്രകാരം 25,628 ആണ് നമ്മുടെ ജനസംഖ്യ. വനിതകളാണ് ജനസംഖ്യയിൽ കൂടുതലുള്ളത്. മുളന്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ആമ്പല്ലൂർ പഞ്ചായത്ത് ഉള്ളത്. അതുപോലെ തന്നെ പിറവം നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ ഉൾപ്പെടുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിൽ മുൻഗണന നൽകിയിരിക്കുന്നത് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ പരിപാടികൾ. കാർഷിക മേഖലയായ ഒരു പഞ്ചായത്താണ്. ആമ്പലുകളുടെ നാട് എന്നാണ് ആമ്പല്ലൂർ പഞ്ചായത്ത് പൊതുവെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആമ്പല്ലൂർ എന്നുള്ള പേര് ആമ്പല്ലൂർ പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളൂ. 2024-25 ജില്ലാതലത്തിൽ 3 അവാർഡുകളും 25-26 നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യ മുക്ത പഞ്ചായത്ത് എന്നുള്ള ഇന്ന് ജില്ലാതല എറണാകുളം ജില്ലയുടെ ജില്ലാതല പ്രഖ്യാപനമായി അതിൽ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന അവാർഡ് കിട്ടിയതിനു ശേഷമാണ് ഞാൻ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാലിന്യ മുക്ത എന്ന ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിക്ക് പഞ്ചായത്ത് മുൻഗണന നൽകി വരിക. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ സജീവമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യൂസർ ഫീ ഇനത്തിൽ ഏകദേശം 1 മാസത്തോളം 5 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നവംബർ തൊട്ട് ഈ മാർച്ച് വരെയും നടത്തിയ പ്രവർത്തനങ്ങളിൽ 100% യൂസർ ഫീ കൈവരിച്ച ഒരു പഞ്ചായത്താണ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ആമ്പല്ലൂർ പഞ്ചായത്തില് വീടുകളിൽ നിന്ന് മാക്സിമം എല്ലാ വീടുകളിൽ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ, വീടുകൾ, കടകൾ തുടങ്ങി എല്ലായിടത്തും നിന്നും പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് ലൈഫ് പദ്ധതി പ്രകാരം ഏകദേശം 162 വീടുകൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജലജീവനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നു വരുന്നു. ജലജീവന്റെ ഭാഗമായിട്ട് വാട്ടർ ടാങ്കുകൾ 5 ലക്ഷത്തോളം വരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് ഉള്ള വാട്ടർ ടാങ്കിന്റെ പണി നടന്നു വരികയാണ്. അതിനുള്ള സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകുകയുണ്ടായി. അതുപോലെ തന്നെയാണ് പൊതുവെ ജലാശയങ്ങളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ വ്യക്തതയോടുകൂടി തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ തോടുകളുടെയും കുളങ്ങളുടെയും ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ വളരെ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. റോഡുകളുടെ കാര്യങ്ങളിൽ ഗ്രാമീണ റോഡുകളുടെ ഏകദേശം എല്ലാ തന്നെ അറ്റകുറ്റപ്പണികളും അതിന്റെ മെയിൻ്റനൻസ് വർക്കുകളും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇത് ഒരു തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്ന പഞ്ചായത്താണ്. അതിന്റെ പ്രവർത്തനങ്ങൾ മായി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ വഴിവിളക്കുകൾ, എല്ലാ വഴിവിളക്കുകളും LED സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ലിംഗ സൗഹൃദ തദ്ദേശ ഭരണം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ട മറ്റൊരു പരിപാടി. അതിന്റെ ഭാഗമായി ജെൻഡർ സംവിധാനത്തിലൂടെ ഒട്ടേറെ വനിതകൾക്കും സ്ത്രീകൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി നിലപാടുകൾ സ്വീകരിക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജെൻഡർ റിസോഴ്സ് സെന്റർ വഴിയാണ് ഇതിന്റെ നേതൃത്വം നൽകുന്നത്. ഏകദേശം ഒരു ടീമായി നിന്നുകൊണ്ട് GRCയുടെ ഒരു ടീമായി നിന്നുകൊണ്ടാണ് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഞ്ചായത്തിൽ സ്ത്രീകളും കുട്ടികളും ഇന്ന് അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുവാനും അതുവഴി ജെൻഡറിന്റെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട്. അംഗനവാടികളിൽ
പരാതി ബോക്സുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് കുട്ടികൾക്കും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അവിടെ ആ പരാതി എഴുതിയിടുകയും ആ പരാതി അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് അവരെ വിളിപ്പിച്ച് അവർക്ക് വേണ്ട കൗൺസിലിങ്ങും അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുമുള്ള അവർക്ക് വേണ്ട അവരെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ടൂറിസം പദ്ധതിയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് ഞണ്ടുകാട് തുരുത്ത് എന്നറിയപ്പെടുന്ന ഒരു മേഖല തന്നെ ടൂറിസവുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് അവിടെ പുഴയും കായലും കോണത്തുപുഴ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവ സംരക്ഷിക്കുന്നതിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മാലിന്യത്തിൽ നിന്ന് അവയെ മുക്തമാക്കുന്നതിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. കൃഷിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കൊച്ചിയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന ഒരു പ്രധാന ഭാഗമാണ് തോട്ടറപ്പുഞ്ച. തോട്ടറപ്പുഞ്ചയിൽ ഏകദേശം 4 പഞ്ചായത്തുകൾ ബന്ധിപ്പിച്ചാണ് തോട്ടറപ്പുഞ്ച നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് അല്ലെങ്കിൽ ഈ കൃഷി ചെയ്യുന്ന സ്ഥലമുള്ളത് ആമ്പല്ലൂർ പഞ്ചായത്തിലാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിച്ചു വരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്തടക്കം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെതായി നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരിത കർമ്മ സേനാംഗങ്ങളെ അടക്കം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നത്. ജെൻഡറുമായി ബന്ധപ്പെട്ട് വരുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ലഹരിക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് സ്ത്രീ സ്വയം സുരക്ഷാ പ്രവർത്തനങ്ങൾ തായ്ക്കൊണ്ട പോലെയുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് പോലീസുമായി ചേർന്നുകൊണ്ടാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ GRC വഴി കുട്ടികൾക്ക് ഒട്ടേറെ കൗൺസിലിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ നെറ്റ് സീറോ കാർബൺ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 4 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് ആമ്പല്ലൂർ ഗ്രാമം. അതുകൊണ്ട് തന്നെ കാർബൺ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ ഭാഗമായി 28 അംഗനവാടികളിൽ ഏകദേശം വരുന്ന 28 അംഗനവാടികളിൽ പ്രഷർ കുക്കർ ഗവൺമെന്റ് കുക്കറുകളും ഇൻഡക്ഷൻ കുക്കറുകളും നൽകുകയും ഇനി തുടർന്ന് അങ്ങോട്ട് ഈ അംഗനവാടികളെല്ലാം സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെയാണ് MCFന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 32 ഹരിതകർമ്മസേന അംഗങ്ങൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം ഒരു മാസം ഒരു 15,000 രൂപ വരെയും ലഭിക്കുന്നു. സെഗ്രിഗേറ്റ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ വരുമാനം അവർക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. 3,500-ൽ പരം ബയോബിന്നുകൾ പഞ്ചായത്തില് ഏകദേശം 7,000-ഓളം വീടുകളാണ് പഞ്ചായത്തിലുള്ളത്. 7,000 തൊട്ട് 7,500 വരെയുള്ള വീടുകളാണ് ഉള്ളത്. അതിൽ 3,500-ൽ മേലെ ബയോബിന്നുകൾ വിതരണം ചെയ്ത് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആരോഗ്യരംഗത്ത് വളരെ കൃത്യമായി പാലിയേറ്റീവിന്റെയും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളിലും അത് ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും ഒരു പരിധിവരെയും പഞ്ചായത്തിന് അത് മുന്നോട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. സംസ്ഥാന ഗവൺമെന്റ് ആശ്രയ പദ്ധതി നിർത്തലാക്കിയെങ്കിലും എന്നും ആശ്രയ പദ്ധതി പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും ഉപയോഗിച്ച് ഏകദേശം വരുന്ന 98 കുടുംബങ്ങൾക്ക് കിറ്റുകൾ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച് പഞ്ചായത്തിന് സ്ഥിരമായ ഒരു ഭിന്നശേഷി സ്കൂളിലായിരുന്നു. പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ന് നിലവിൽ വന്നിട്ട് 30 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ സ്ഥലം ലഭ്യത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ഒരു സ്വകാര്യ വ്യക്തി 15 സെന്റ് സ്ഥലം പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് വിട്ടുതരികയും അവിടെ ഒരു ഭിന്നശേഷിക്കാർക്കുള്ള വിദ്യാലയത്തിന്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും
വളരെ സന്തോഷകരമായ ഒരു കാര്യം. ഭാവിയിലേക്ക് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ഈ ഒരു പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്നത്? ഭാവിയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ, കാരണം നമ്മുടെ വികസനപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ നടന്നു വരും. അത് റോഡുകളാണെങ്കിലും വഴിവിളക്കുകളാണെങ്കിലും നമുക്ക് കൃത്യമായി നടന്നു വരും. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യൻ ഇന്ന് വളരെയധികം വർദ്ധിച്ചത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യന്റെ സ്വഭാവം വർദ്ധിച്ചു വരികയാണ്. മണ്ണെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ വളരെ കർശനമായ നിലപാടുകളാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അനധികൃതമായി മണ്ണെടുക്കുവാൻ ഒരു കാരണവശാലും പഞ്ചായത്ത് സമ്മതിക്കുകയുമില്ല. ആ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ തടയിടുവാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4.5 വർഷക്കാലം വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇന്ന് നമ്മൾ പ്രകൃതി ദുരന്തങ്ങളാലാണ് പ്രശ്നങ്ങൾ നേരിടുന്നതെങ്കിൽ ഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ മാലിന്യം കൊണ്ടായി. മാലിന്യം പോലെയുള്ള ദുരന്തങ്ങളായിരിക്കും ഇനി ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. അതിനെ തടയിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകും. കാരണം മാലിന്യം വലിച്ചെറിയുന്നവർക്കുള്ളത് ശക്തമായ നടപടികൾ സ്വീകരിച്ച് ക്യാമറകൾ സ്ഥാപിച്ച് പിഴ ഈടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിലെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ആ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ജെൻഡറിന്റെ ഭാഗമായി സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ആർത്തവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന ഒരു പദ്ധതി സംഘടിപ്പിക്കുകയുണ്ടായി. ആർത്തവകാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ചർച്ച ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി അത് മനസ്സിലാകും. പുരുഷ സമൂഹത്തിന് കൂടി അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതല്ല 100ഓളം ക്ലാസുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ അനൂപ് ജേക്കബ് നിർവഹിച്ചു. ഇത് തൃപ്പൂണിത്തുറ കേന്ദ്രമായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഈച്ചേരി ഹോസ്പിറ്റലും അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രികൾ ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ MGNRSന്റെ പ്രവർത്തനങ്ങൾ വഴി ഒട്ടേറെ മികച്ച പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കൂടുതൽ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ആണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. നന്ദി.